എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ ക്ഷണിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് hscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിലൂടെ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലേക്കുള്ള സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷകൾ നൽകാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ജൂൺ 28 മുതൽ ജൂൺ 30 വരെയാണ് ഈ ഒരു അപേക്ഷ നൽകാൻ സാധിക്കുക. ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ MRS എന്നുള്ള ലിങ്ക് മുഖേനയും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഓൾറെഡി അപേക്ഷ സമർപ്പിച്ച അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികളോ അപേക്ഷയിലെ തെറ്റ് കാരണം അഡ്മിഷൻ കിട്ടാതിരുന്ന വിദ്യാർത്ഥികളോ ആണെങ്കിൽ നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ MRS എന്നുള്ള ലിങ്ക് മുഖേന ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊരു അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു നിർദ്ദേശങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു നിർദ്ദേശങ്ങൾ പ്രകാരം പറയുന്നത് വിദ്യാർത്ഥികൾക്ക് ഈ ജൂൺ 30 വരെയാണ് ഈ ഒരു സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിനായിട്ടുള്ള ഈ ഒരു അപേക്ഷ നൽകാനായിട്ട് സാധിക്കുക. അപ്പോൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു കാര്യം നോക്കാം. പട്ടികവർഗ വികസന വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന 15 മോഡൽ റെസിഡൻഷ്യൽ ഹയർ സെക്കൻഡറി സ്കൂളിലെയും പട്ടികജാതി വികസന വകുപ്പിന് കീഴിലുള്ള 6 മോഡൽ റെസിഡൻഷ്യൽ ഹയർ സെക്കൻഡറി സ്കൂളിലെയും പ്രവേശനത്തിനായിട്ട് ഏകജാല സംവിധാനത്തിൽ പ്രത്യേക അപേക്ഷകൾ ക്ഷണിച്ച് മുഖ്യഘട്ടത്തിലെ 3 അലോട്ട്മെൻറ്റുകൾ പൂർത്തീകരിക്കുകയുണ്ടായി. മുഖ്യഘട്ട അലോട്ട്മെൻറ്റുകൾക്ക് ശേഷമുള്ള ഒഴിവുകൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകളിലൂടെ നികത്തുന്നതായിരിക്കും. മുഖ്യ അലോട്ട്മെൻറ്റിൽ അപേക്ഷിച്ചിട്ടും അലോട്ട്മെൻറ്റ് കിട്ടാതിരുന്നവർ, ഇതുവരെയും അപേക്ഷ നൽകാൻ സാധിക്കാതിരുന്നവർ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് 2025 ജൂൺ 28 രാവിലെ 10 മണി മുതൽ അപേക്ഷിക്കാവുന്നതാണ്. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ടുള്ള വേക്കൻസിയും മറ്റു വിവരങ്ങളും 2025 ജൂൺ 28 രാവിലെ 9 മണിക്ക് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. എന്നാൽ നിലവിൽ ഏതെങ്കിലും കോട്ടയിൽ പ്രവേശനം നേടിക്കഴിഞ്ഞ വിദ്യാർത്ഥികൾ മുഖ്യഘട്ടത്തിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ട് പ്രവേശനത്തിന് ഹാജരാകാത്തവർക്കും അതുപോലെ തന്നെ നോൺ ജോയിനിങ് ആയവർക്കും പ്രവേശനം ക്യാൻസൽ ചെയ്തവർക്കും ഏതെങ്കിലും കോട്ടയിൽ പ്രവേശനം നേടിയ ശേഷം TC വാങ്ങിയവർക്കും ഈ ഒരു ഘട്ടത്തിൽ വീണ്ടും അപേക്ഷിക്കാൻ സാധിക്കില്ല. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ VHSCയിൽ അപേക്ഷിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റ് ജില്ലയിലേക്ക് വേണമെങ്കിലും അപേക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിലവിലെ ജില്ലയിലാണ് നിങ്ങൾക്ക് അങ്ങനെ TC വാങ്ങിച്ചിട്ടുണ്ടെങ്കിലോ നോൺ ജോയിനിങ് ആയിട്ടുണ്ടെങ്കിലോ അപേക്ഷിക്കാൻ പറ്റാത്തത് മറ്റു ജില്ലയിലേക്കൊക്കെ അപേക്ഷിക്കാം. അതുപോലെ തന്നെ ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ച ശേഷവും എല്ലാ അപേക്ഷകരും അപേക്ഷ വിവരങ്ങൾ പരിശോധിക്കണമെന്നും ഓപ്ഷനുകൾ ഉൾപ്പെടെ അപേക്ഷയിലെ ലോഗിൻ വിവരങ്ങൾ ഒഴികെ ഏതൊരു വിവരങ്ങളും തിരുത്തൽ വരുത്തുന്നതിന് സമയം അനുവദിച്ചിരുന്നുവെങ്കിലും പ്രസ്തുത അവസരങ്ങളൊന്നും പ്രയോജനപ്പെടുത്താതിരുന്നതിനാൽ തെറ്റായ വിവരങ്ങൾ അപേക്ഷയിൽ ഉൾപ്പെട്ടതിനാൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടും പ്രവേശനം നിരാകരിക്കപ്പെട്ടവർക്കും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് നിരാകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അപേക്ഷയിൽ തെറ്റുണ്ടായതുകൊണ്ട് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടും അഡ്മിഷൻ തന്നിട്ടില്ല, അതാണ് നിരാകരിക്കപ്പെടുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്കും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുന്നതിനായിട്ട് അപേക്ഷ പുതുക്കുന്നതിനുള്ള സൗകര്യം അനുവദിച്ചിട്ടുണ്ട്. അപേക്ഷയിലെ പിഴവുകൾ അപേക്ഷ പുതുക്കുന്ന അവസരത്തിൽ തിരുത്തൽ വരുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. യോഗ്യതാ പരീക്ഷയുടെ സ്കീം, രജിസ്റ്റർ നമ്പർ, പാസ്സായ വർഷം എന്നിവ ശരിയായല്ല എന്നിവ തെറ്റായി നൽകിയവർ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുന്നതിനായിട്ട് ശരിയായ വിവരങ്ങൾ നൽകി ഈ ഒരു പുതിയ അപേക്ഷ ഓൺലൈനായിട്ട് സമർപ്പിക്കണം. അപ്പോൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ട് താഴെ പ്രതിപാദിക്കുന്ന വിഭാഗത്തിലുള്ള അപേക്ഷകർ സൂചന 2 സർക്കുലർ പ്രകാരം 2025 ജൂൺ 28 രാവിലെ 10 മണി മുതൽ 2025 ജൂൺ 30 വൈകുന്നേരം 5 മണി വരെ പുതുക്കൽ അല്ലെങ്കിൽ പുതിയ അപേക്ഷാ ഫോറം ചുവടെ നിർദ്ദേശിക്കും പ്രകാരം ഓൺലൈനായിട്ട് സമർപ്പിക്കാവുന്നതാണ്. മുഖ്യ അലോട്ട്മെൻറ്റിൽ അപേക്ഷിച്ചിട്ടും അലോട്ട്മെൻറ്റ് ലഭിക്കാത്തവർ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് പരിഗണിക്കുന്നതിനായിട്ട് കാൻഡിഡേറ്റ് ലോഗിനിലെ റിന്യൂ ആപ്ലിക്കേഷൻ എന്നുള്ള ലിങ്കിലൂടെ പ്രസിദ്ധപ്പെടുത്തുന്ന വേക്കൻസിക്ക് അനുസൃതമായിട്ട് പുതിയ ഓപ്ഷനുകൾ നൽകി അപേക്ഷ അന്തിമമായിട്ട് സമർപ്പിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇതുവരെയും അപേക്ഷ നൽകാൻ കഴിയാത്തവർ വെബ്സൈറ്റിലെ പ്രവേശനത്തിൻ്റെ തുടർ പ്രവർത്തനങ്ങൾക്കായിട്ട് കാൻഡിഡേറ്റ് ലോഗിനും ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ MRS എന്നുള്ള ലിങ്കിലൂടെ ക്രിയേറ്റ് ചെയ്യണം. അതിനുശേഷം നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് അപ്ലൈ ഓൺലൈൻ എന്നുള്ള ലിങ്കിലൂടെ അപ്പോൾ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത ശേഷം പിന്നീട് നിങ്ങൾക്ക് അപ്ലൈ ഓൺലൈൻ എന്നുള്ള ലിങ്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ലിങ്കിലൂടെ നിങ്ങൾക്ക് ലോഗിൻ അല്ല ജസ്റ്റ് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആദ്യം തന്നെ വേക്കൻസി ലിസ്റ്റ് നോക്കുക. അതായത് വേക്കൻസി ലിസ്റ്റ് MRS എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ അതിൽ എത്ര വേക്കൻസി ഉണ്ട് അതനുസരിച്ച് നിങ്ങൾക്ക് ഓപ്ഷനുകൾ നൽകിയിട്ട് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തെറ്റായിട്ടുള്ള വിവരങ്ങൾ അപേക്ഷയിൽ ഉൾപ്പെട്ടതിനാൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടും പ്രവേശനം കിട്ടാതിരുന്ന വിദ്യാർത്ഥികൾക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് പരിഗണിക്കുന്നതിനായിട്ട് കാൻഡിഡേറ്റ് ലോഗിനിലെ റിന്യൂ ആപ്ലിക്കേഷൻ എന്നുള്ള ലിങ്കിലൂടെ അപേക്ഷയിലെ പിഴവുകൾ തിരുത്തി പ്രസിദ്ധപ്പെടുത്തുന്ന വേക്കൻസിക്ക് അനുസരിച്ച് പുതിയ ഓപ്ഷനുകൾ നൽകി അപേക്ഷ അന്തിമമായിട്ട് സമർപ്പിക്കണം. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ടുള്ള വേക്കൻസി വിവരങ്ങൾ അതായത് ജൂൺ 26 അല്ല ജൂൺ 28 കാരണം 26 എന്ന് പറയുമ്പോൾ ഇന്നലെയാണ്. അപ്പോൾ ഇവിടെ ആ ഒരു നമ്പർ തെറ്റിപ്പോയതാണ്. അപ്പോൾ 28 രാവിലെ 9 മണിക്ക് വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തും. ഈ ഒരു വേക്കൻസിക്ക് അനുസരിച്ചിട്ട് വേണം നിങ്ങൾ ഓപ്ഷനുകൾ കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ട് പ്രസിദ്ധീകരിക്കുന്ന ഒഴിവുകൾ
ഒഴിവുള്ള സ്കൂൾ അല്ലെങ്കിൽ കോമ്പിനേഷൻ മാത്രമേ നിങ്ങൾ ഓപ്ഷനായിട്ട് കൊടുക്കാവൂ. കാരണം വേക്കൻസി ഇല്ലാതെ സ്കൂൾ കൊടുത്താൽ അലോട്ട്മെൻറ്റ് കിട്ടില്ല. അതുപോലെ തന്നെ സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് ആയിട്ടുള്ള അപേക്ഷകൾ 2025 ജൂൺ 28 രാവിലെ 10 മണി മുതൽ 2025 ജൂൺ 30 വൈകുന്നേരം 5 മണി വരെ സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷകർക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് അപേക്ഷിക്കാനും മറ്റും വേണ്ട സൗകര്യങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള സ്കൂളുകളിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ സ്കൂൾ വഴി അപേക്ഷിക്കണമെങ്കിൽ അങ്ങനെ അപേക്ഷിക്കാം, അല്ലെങ്കിൽ അക്ഷയ വഴിയോ ഇൻ്റർനെറ്റ് കഫേകൾ വഴിക്കോ അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.